എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് കാണാൻ? നന്നായിട്ടുണ്ടാ? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഫാഷൻ ഗോൾഡ് എന്ന ഒരു പേജിൽ നിന്ന് ഏട്ടൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയ ഡ്രസ്സാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു സംഭവമാണ്. എന്താണെന്നറിയോ? വാലന്റൈൻസ് ഡേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്താണ്. പക്ഷേ കിട്ടിയത് ഇന്നലെയാണ്. എന്നാലും കിട്ടിയത് ഇന്നലെ ആണെങ്കിൽ ഇന്ന് നമുക്ക് ഫംഗ്ഷന് പോകാനായിട്ട് ഇടാൻ പറ്റിയല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഇത്രയധികം ഡ്രസ്സ് ഉണ്ടായിട്ടും ഏട്ടൻ വെളിയിൽ നിന്ന് എടുത്തത് അത് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര വെളിയിൽ നിന്ന് എടുത്ത് തന്നത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇങ്ങനെ കോളറിൻ്റെ നെക്കുള്ള ഡ്രസ്സും അധികം ഞാൻ ഇടാറില്ല. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ പറയണേ, നന്നായിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഈ പാലക്കാടിൻ്റെ ഇമാതിരി ചൂടിൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. PK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫംഗ്ഷന് പോവാണ്. എവിടേക്കായിട്ടാ പോണത്? നമ്മള് പൂടൂര് കോട്ടായി. എന്തിനാ പോണ്? വീട് ഓപ്പണിംഗ്. അപ്പോൾ വീട് ഓപ്പണിങ്ങിനാണ് പോണത്. ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും വലിയ ഡ്രസ്സ് ഉണ്ടായിട്ട് ഞാൻ അവിടെ കൊണ്ട് ഓർഡർ കൊടുത്ത് എടുക്കാൻ കാരണം എന്താണെന്നറിയോ? എന്താണ്? ഇവിടെ നിന്റെ സൈസിലേക്ക് ഡ്രസ്സേ ഇല്ല. എസ് ആണ്, എസ് സ്മോള്. എന്താണ് ഏട്ടാ പോകാൻ നിൽക്കുന്ന സമയത്താണ് വണ്ടി കഴുകുന്നത്. നമ്മൾ രണ്ടുപേരും പോകാന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വീട്ടിൽ നിന്ന് അവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് വണ്ടി കഴുകുന്നത്. വണ്ടി കഴുകുന്നതല്ലേ. പൊടി കണ്ട ഫ്രണ്ടിൽ ഇങ്ങനെ പൊടി വെച്ചിട്ട് പോലീസ് പിടിക്കോ? നമുക്കൊരു ഇതുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പറയാനല്ലേ. അല്ലെ വണ്ടി പൊടി വെച്ചിട്ട് ഓട്ടുമ്പോഴേ ക്ലിയർ ഇതുണ്ടാവില്ല. ഗ്ലാസ് ഒക്കെ ഉണ്ട്, പൊടിയുണ്ട. പോകാൻ പോണത് രഥത്തിലായതുകൊണ്ടേ എത്ര പേരുണ്ടെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. ഒരു 3 പേര് 4 പേരൊക്കെയാണ് പറഞ്ഞാൽ കൂടി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. 5 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 5 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിലേക്ക് ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമുക്ക് ഹോട്ടലിൽ പോവാം അല്ലേ? നോക്കണേ, പറയും. നിങ്ങൾ മറ്റേ ആ പാലക്കാട്ടിലായ ഏട്ടൻ്റെ ഫാൻസ് അല്ലേ? പറയുന്ന ഏട്ടൻ എങ്ങനെ ഏട്ടൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? എങ്ങനെ പറയോ? നിങ്ങൾ ഇതുപോലെ ഓട്ടോ കളിയിട്ട് വണ്ടി എടുത്തിട്ട് കുടുംബത്തോടു കൂടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടുന്ന കമന്റ് ചെയ്യണം കേട്ടോ. ചേച്ചിമാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേച്ചിമാരെയൊക്കെ വിളിച്ചിട്ട് വേണം പോകാൻ. എല്ലാവർക്കും കൂടി അവര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം അവരൊക്കെ റെഡി ആയിട്ട് ഉണ്ടാവുമെന്നേ അറിയില്ല. 12 മണിയായി. ഒരു ഓപ്പണിങ്ങിന് പോണതാണ് ഇപ്പോൾ. ഫംഗ്ഷന് പോകുന്ന സമയമാണ് 12. മേലെ നിന്ന് മാത്രമല്ല ഈ തോട് കണ്ടിട്ടുള്ളൂ. നിങ്ങൾ താഴെ നിന്ന് അടുത്തുനിന്ന് കണ്ടോന്ന്. ഏട്ടാ, ആരുടെ വീട് ഓപ്പണിങ്ങിനെ പോണെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ തൊട്ട വീട്ടിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കെട്ടിച്ചു കൊടുത്തത് വന്നിട്ട് ആലത്തൂർ മാത്തൂർ പറഞ്ഞ സ്ഥലത്താണ്. അവർ പുതിയൊരു വീട് പണിതിട്ട് ഇപ്പോൾ അവരുടെ വീട് ഓപ്പണിംഗ് ആണ്. അവിടേക്കാണ് നമ്മൾ പോകണം. ഞാൻ ആയിരിക്കാൻ പോണെന്നറിയോ? എൻ്റെ ചെറിയ നാട്ടുകാരും ഏട്ടൻ്റെ മകളും. അവർക്ക് വീഡിയോ വെച്ചാൽ നാണം ഉണ്ടോന്നൊന്നും അറിയില്ല. നാണം ഉണ്ടാ? അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഏട്ടാ, എന്റെ വീട് കൊല്ലങ്കോടാണല്ലോ. അപ്പൊ എനിക്ക് അവിടുത്തെ സ്ഥലമേ കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഈ പാലക്കാട്ടിലെ കുറെ അധികം സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകണം. അപ്പൊ ഇതേതാ സ്ഥലം? ഇതാണ് നമ്മുടെ കൽപ്പാത്തിപ്പുഴ പാലം, അതായത് പുതിയ പാലം പറയും. കൽപ്പാത്തി എന്നാണ് വരുന്നത്. ശരിക്കും മലമ്പുഴ എന്നാണ് വെള്ളം വരുന്നത്. പുതിയ പാലം പറയും. ഇവിടെയാണ് സായി ജംഗ്ഷൻ. ചില ഡ്രൈവർമാരുണ്ടല്ലോ, എത്ര തന്നെ ആംബുലൻസ് സ്പീഡിൽ വന്ന് ഹോൺ അടിച്ചിട്ട് വന്നാലും അവർ വഴിമാറി കൊടുക്കില്ല. പിന്നെ ഉണ്ട്, അതായത് മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ ഈ സ്കൂട്ടിയിൽ വരുന്ന പെണ്ണുങ്ങൾ എന്താ പറയുന്നത്. മതി പെൺപിള്ളേർ എല്ലാവരും അങ്ങനെ ഒരേപോലെ ഇങ്ങനെ ആക്കാതെ. അല്ല, എല്ലാവരും അങ്ങനെയല്ല, ചില ആൾക്കാർ മാത്രമേ അങ്ങനെയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് അതായത് കാവൽപ്പാട് റെയിൽവേ ഗേറ്റ്. ഇവിടെയാണ് ഞങ്ങൾ ശരിക്കും ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫാമിന്റെ കാര്യം ഒന്നും പറയണ്ട. ഇപ്പൊ സംഭവമായിരുന്നു ശരിക്കും. എന്നിട്ട് ഇപ്പൊ നമ്മൾ പോണത് എവിടേക്കാണ് അറിയോ? കറക്റ്റ് പറഞ്ഞു വെച്ചാൽ ഈ റൂട്ട് വന്നിട്ട് ഇത് പുതിയ റൂട്ടാണ് കേട്ടോ. അതായത് ശരിക്കും നേരത്തെ അതായിരുന്നു, അപ്പുറത്ത് ഉള്ള വഴിയായിരുന്നു. ഇപ്പൊ ഇത് വന്നിട്ട് പുതിയതായിട്ട് ഇട്ടതാണ്. പക്ഷെ ഇത് ഇട്ടത് കൊണ്ട് നല്ല സൗകര്യമായി.
വണ്ടികൾ പോകാനും വരാനും. പക്ഷെ എന്താണെന്നറിയോ, ഈ മഴയൊക്കെ പെയ്ത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കുണ്ടും കുഴിയും. ഈ ചേച്ചിനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ധാരാപുരത്താണ്. എനിക്ക് ചെറിയ നാത്തോനാണ്. ഏട്ടനില്ലാതെ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ കേരളത്തിൽ വരുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. അതല്ല ഫംഗ്ഷന് സെൻട്രൽ ഫസ്റ്റ് വന്നിട്ടുണ്ടോ അവർക്ക്? അതാ പറഞ്ഞത്, ഫംഗ്ഷന് വരുന്ന ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ തന്നെ ആദ്യമായിട്ട് ഫംഗ്ഷന് വരുന്നത്. ഏട്ടാ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് വന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഇവിടെ ഏതോ ഒരു അമ്പലത്തിൽ വന്നിട്ടില്ലേ? ഇതറിയില്ല. നമ്മള് സർപ്പക്കവനിക്ക് വന്നിട്ട് നമ്മൾ ഒരിക്കൽ ഓർമ്മയുണ്ടാ? ഈ മണ്ണാറശാലയുടെ പോലെ തന്നെ ഒരു വലിയ സർപ്പക്കാവ് അല്ലേ? അതെ, അതിന്റെ കുറച്ച് അപ്പുറത്താണ് നമ്മുടെ ഫാം. ഫാമിന്റെ കാര്യം ഒന്നും പറയണ്ട. അപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നേരെ പോണത് ഇപ്പൊ എവിടേക്കാണ് അറിയോ? നേരെ പോയി പറഞ്ഞാൽ പേഴുങ്കര പാലോത്തും. ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡ് വന്നിട്ട് എപ്പോൾ നമ്മൾ ഇരുട്ടത്ത് വന്നാലും, അതായത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഈ വഴിക്ക് വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ പന്നിയില്ലേ, കാട്ടുപന്നികളൊക്കെ ഇടയിൽ ഇങ്ങനെ ചാടി. ഞാൻ കാട്ടുപന്നിനെ കണ്ടിട്ടുണ്ട്, എൻ്റെ വണ്ടിയിൽ പെട്ടിട്ടില്ല. ഏട്ടാ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. എന്താണെന്നറിയോ? എന്താണ്? ഇതിന്റെ ഈ റോഡിലെല്ലാം വൃത്തികേടായി കിടക്കുന്നില്ല, ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട്. നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് എല്ലാ ആളുകൾക്കും ചെയ്യുന്ന ഒരു പണിയാണ് ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് പോകണം. പക്ഷെ ഇവർ ഈ തൊഴിലുറപ്പുകാർ ചെയ്തിരിക്കുന്ന കണ്ട, ഈ സൈഡിൽ മുഴുവനും പൂച്ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് 2 സൈഡിലും ഈ പുഴന്റെ സൈഡിൽ പൂച്ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൂവ് കണ്ട എന്തായാലും നമ്മൾ വേസ്റ്റ് അതിനകത്ത് ഇടില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ എല്ലാവരുടെയും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര സുന്ദരമായല്ലേ. ഇതാണ് പേഴുങ്കര പാലോട്ടാ. ഈ പാലത്തിന് പേഴുങ്കര പാലം പറയും. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി വെച്ചാൽ മേപ്പറമ്പ് ജംഗ്ഷൻ എത്തും. അവിടെ ഇതിന്റെ അപ്പുറത്താണ് എൻ്റെ ഏട്ടൻ കറുകോടിയിൽ സ്ഥലം കിട്ടി പറഞ്ഞില്ലേ, അത് അപ്പുറത്താണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ പാസഞ്ചറിനെ കൊണ്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഈ കടയില്ലേ, ആ കടയിൽ ഇളനീര് വാങ്ങി വീട്ടിൽ കുടിക്കും. പക്ഷെ ഈ സ്ഥലം നോക്കേട്ടാ, ഈ ശരിക്കും നീ തമിഴ്നാട് പോകുന്നവിടെ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകൾ, ലക്ഷം വീട് വരണം. ഒരാൾ കെട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കില്ലേ, അങ്ങനത്തെ ലക്ഷം വീട് വെറുതെ എല്ലാവർക്കും കൊടുക്കണം. വെറുതെ അങ്ങനെ കൊടുക്കുവോ? നമ്മള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോണ സമയത്ത് വെറുതെ ഇങ്ങനെ കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാണികൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെടില്ല. മനസ്സിലായ? ഇപ്പോൾ നമ്മൾ പോണ സമയത്തുള്ള സംഭവങ്ങളും സംഭാഷണങ്ങളൊക്കെ പറഞ്ഞാലേ ഇതാവുള്ളൂ. എൻ്റെ അടുത്തൊരു ടീച്ചറേ, നിന്റെ എന്താ പറയാ ആലപ്പുഴ വീഡിയോ ഇല്ലേ, നമ്മള് മണ്ണാർശാല വീഡിയോ, ആ വീഡിയോ ഒക്കെ പോയപ്പോ അവര് തന്നെ പറഞ്ഞു, ബാബു ഞാൻ ശരിക്കും ആലപ്പുഴയ്ക്ക് ഞാൻ പോയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, അവിടെ എന്തോ പള്ളിയിൽ എന്തോ ഇതുണ്ട് തോന്നില്ലേ, നോമ്പൊക്കെ ആയത് തന്നെ കൊണ്ടായിരിക്കും. നോമ്പ് എന്തോ 1 മണിക്കാണ് നോമ്പ്. അറിയില്ല, അതൊരു പള്ളിയല്ല, അത് മണ്ഡപമാണ്, കല്യാണ മണ്ഡപമാണ്. ആ കല്യാണ മണ്ഡപത്തിൽ എന്തെങ്കിലും വിശേഷമായിരിക്കും. ഇതാണ് മേപ്പറമ്പ് ജംഗ്ഷൻ. മനസ്സിലായോ? നമ്മളിവിടെ വന്നിട്ടുണ്ടാ? ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടോ വെച്ചാൽ നമ്മൾ 2-3 ട്രിപ്പ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇത് എവിടെയാണ് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇവിടെയൊക്കെ ചില സമയത്ത് വന്നിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് എന്നാലും അറിയണേ ഇല്ല. എല്ലാവരുടെയും ഒരേപോലെ തന്നെ. നമ്മുടെ അവിടെ ഒരു സിറ്റി മാർട്ട് ഇല്ലേ, സിറ്റി മാർട്ടിന് സമീപം പിട്ടാപ്പള്ളിക്ക് സമീപം പൊന്നു സ്കൂള് ടൈലറിംഗ് ഷോപ്പ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഇവിടെ ഒരു പിട്ടാപ്പള്ളി ഉണ്ട് കേട്ടാ. അല്ല, സിറ്റി മാർട്ട് കണ്ടാ, സിറ്റി മാർട്ട് കണ്ടാ, സൂപ്പർ സിറ്റി മാർട്ട്. അതായത് എന്താ പറയാ, അതന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെച്ചാൽ കൊടുന്തരപ്പുള്ളിയും എനിക്ക് ഓട്ടം കിട്ടാറുണ്ട്. കൊടുന്തരപ്പുള്ളി ഗ്രാമത്തിലേക്ക്. ഇതിനകത്ത് കൂടിയാ കൊടുന്തരപ്പുള്ളിക്ക് പോണത്? ഇതിനകത്തെ കൂടിയല്ല, ഈ റൂട്ട് വഴിക്ക്. ഇതിനകത്തെ കൂടെ പോകാൻ പറ്റില്ലല്ലോ. ഈ ജംഗ്ഷനാണ് ഇത് വന്നിട്ട്. അതന്നെ, ഇതും പേഴുങ്കര ജംഗ്ഷൻ തന്നെ പറയുള്ളൂ. ഇവിടുത്തെ ലെഫ്റ്റ് എടുത്താൽ മേഴ്സി കോളേജ്, റൈറ്റ് എടുത്താലാണ് ലെഫ്റ്റ്, കണ്ടില്ലേ? ഇത് അവിടെ മേഴ്സി കോളേജ്, അങ്ങനെ പോകും. മേഴ്സി കോളേജ്, കാണിക്കാമത സ്കൂളിൽ നിന്നൊക്കെ പോകും. ഈ പെട്രോൾ പമ്പില്ലേ, അവിടെ നിന്ന് എനിക്കൊരു സംഭവിച്ചിട്ടുണ്ട് ഒരു സംഭവം. അതായത് ഞാൻ പരുത്തിപ്പുള്ളി പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് ഒരു വാടക പോയിട്ട് മറ്റേ 500 രൂപ കൊടുത്തിട്ട് 100 രൂപയ്ക്ക് എണ്ണ അടിച്ചു. 400 രൂപ വാങ്ങാണ്ട് തിരിച്ചങ്ങനെ പോയി. എന്നിട്ട് മറന്നുപോയി. പിന്നെയാണ് വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴാണ് തന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഏറ്റവും സൂപ്പർ, അതായത് ഏറ്റവും നല്ല അടിപൊളി അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പേരാണ് കണ്ണോട്ടുകാവ്.
കണ്ണോട്ട് കാവ് ആരെങ്കിലും നമ്മളിപ്പോൾ ആ സ്ഥലത്ത് ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പൊ നേരെ അങ്ങനെ വന്ന് പറഞ്ഞു വെച്ചാ ഇവിടെ നിന്നാണ് ഇത് ഈ സ്ഥലത്ത് വന്നിട്ട് ചിപ്സ് ഇല്ലേ, അതായത് കപ്പ ചിപ്സ് അവിടെ വെക്കും. പൂള ചിപ്സ്, പൂള കപ്പ എന്നൊക്കെ പറയും, കപ്പ വറുത്തത് പറയും. ആ സംഭവം ഞാൻ എപ്പോൾ കൊടുന്തിരപ്പള്ളിക്ക് മറ്റേ ടീച്ചറിനെ വിളിച്ചിട്ട് വാടക ട്രിപ്പ് പോയാലും ടീച്ചർ വന്നിട്ട് നിനിക്കും വാങ്ങിക്കും അവർക്കും വാങ്ങിക്കും. ഓ എനിക്ക് കൊണ്ടുവരുന്ന നല്ല ടേസ്റ്റ് അതന്നെ അവിടെ തന്നെ വാങ്ങിക്കാം. ഏട്ടാ ഇപ്പോഴത്തെ ഈ പാലക്കാടിന്റെ ചൂടില്ലേ, ഭയങ്കര ചൂടല്ലേ. പക്ഷെ ഈ സ്ഥലത്ത് വരുന്ന സമയത്തേ അധികം നല്ല ചൂട് അത്ര തോന്നുന്നില്ലല്ലോ. അതാണ് സംഭവം. അതെന്തുകൊണ്ടാണ് പറയും? എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ കണ്ട മരങ്ങൾ കണ്ട, ഈ രണ്ട് സൈഡും മരങ്ങൾ നന്നായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ റോഡില്. അത് കാരണം കൊണ്ട് നല്ല കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നേ ഗവൺമെന്റ് അറിഞ്ഞ് മരം പിടിപ്പിച്ച് വെച്ച് പിടിച്ചാന്ന്. എല്ലാവർക്കും അറിയാം. പുള്ളി അതായത് മറ്റേ പള്ളിക്കുളം സൈഡ് പറഞ്ഞു ഈ വേനൽ സമയത്ത് നന്നായിട്ട് കിളിർത്ത് നിൽക്കുന്ന ഒരു മരം. അവിടെ വെള്ളം ഒഴിക്കണ്ടേ, അത് മരത്തിന്റെ താഴത്ത് വന്ന് ചായക്കടയാണ്. അതാണല്ലേ അല്ലേ ആ ഒരു മരം. അവിടെയാണ് ഇവിടെ എന്താ പറയാ ഹൈടെക്കിന്റെ കല്യാണ മണ്ഡപം കേട്ടിട്ടുണ്ടോ നീ? കേട്ടിട്ടില്ല അല്ലേ? ആരെങ്കിലും വന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും കേട്ടാ. അതായത് പള്ളിക്കുളം കൊടുന്തിരപ്പള്ളി പോണ വഴിക്ക് ഹൈടെക് കല്യാണ മണ്ഡപം. ഈ വഴിക്ക് വരുന്ന സമയത്ത് ഇതവിടെ ഒരു അമ്പലത്തില് ഇതൊരു അമ്പലം കണ്ട ശിവന്റെ, സൂപ്പറാണ് ഈ അമ്പലം. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയി പറഞ്ഞു വെച്ചാൽ നല്ല ഇതൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയണത്. എന്തോ പറയണോ നമ്മള് വിശ്വസിക്കണം. അല്ല ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ഞാൻ പോകാറില്ല, കസ്റ്റമർ പോകും. എന്തായാലും നോക്കി നല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. രണ്ട് സൈഡും ഇങ്ങനെ മരം വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ഇതൊക്കെ ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ ഇവിടെയാണ് നാരായണൻകുട്ടി ഡോക്ടറിന്റെ വീട്. നമ്മൾ അവിടെ ഇടയ്ക്ക് പോവാറില്ലേ? ജയ ചേച്ചി വെറുതെ ഉമാനഗർ പറയണില്ല, ആ ഉമാനഗർ ഇവിടെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തോ തേങ്ങ എന്തൊക്കെയോ കൊടുക്കാനായിട്ട് പോയില്ലേ? അതെ കേട്ടിട്ടുണ്ട്. കൊടുന്തിരപ്പള്ളി ഗ്രാമം പിന്നെ കേട്ടിട്ടുണ്ടാ? ഒരു ദിവസം നമുക്ക് ഈ കൊടുന്തിരപ്പള്ളി ഗ്രാമത്ത് പോയിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. കൽപ്പാത്തി ഗ്രാമം പോലത്തെ ഗ്രാമം അല്ലേ? കൽപ്പാത്തി ഗ്രാമം പോലത്തെ ഗ്രാമം തന്നെയാണ്, പക്ഷെ ചെറിയൊരു ഗ്രാമമാണ്. നോക്കിയിട്ട് അവിടുത്തെ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താണ് വള്ളിയൊക്കെ കുറെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ആദ്യമേ തന്നെ പറയണ്ടേ, ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവും. അതാണ് അത് കക്കോട്ട് പറയും. കക്കോട്ട് കാവ് അല്ലേ? അപ്പൊ ഈ കാവുകളിലെല്ലാം മാത്രമാണല്ലോ ഈ ആലിന്റെ മരം വന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. കുറെ കാവുകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല ഒരു മിനിറ്റ്, ഇത് നോക്കി വിഷുവിനെ കൊന്നപ്പൂ ഇപ്പൊ തന്നെ പൂത്ത് നിക്കണു. വിഷു ഇനി സമയമില്ലേ? ഞങ്ങളുടെ കൊല്ലംകോട് വന്ന് നോക്കി, ഇതിനേക്കാളും ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ട് കൊല്ലംകോട്ടിലത്തെ വ്ളോഗ് വീഡിയോ ഇടുന്നതായിരിക്കും. എന്താ പറയാ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് പറയണല്ലേ? അതല്ലേ മൂത്രം ഒഴിക്കണോണ്ടായിരിക്കും. അല്ലാതെ അതുപോലെ കൊല്ലംകോട്ടിൽ ഇരുന്നിട്ട് നീയെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളില്ലേ കൊല്ലംകോട്? അത് ശരിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് സീതാർകുണ്ട് കണ്ടത്. അതായത് എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം സീതാർകുണ്ട് കണ്ടത്. പിന്നെ കുറെ സ്ഥലമുണ്ട്. ഇതാണ് പൂടൂർ പാലം. നല്ല രസമാണ് ആ പാലത്തിന്റെ സൈഡൊക്കെ നോക്ക് കണ്ടാ. പക്ഷെ ഇപ്പൊ വെള്ളം കുറവായത് കാരണം കൊണ്ടാണ്. കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ സൂപ്പർ ആയിട്ടുണ്ടാവും അല്ലേ? വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ നന്നായി ഉണ്ടാവും. പക്ഷെ വെള്ളം ഇല്ലെങ്കിലും സൂപ്പറാണ്, അവിടെ കാണാൻ നല്ല രസമല്ലേ? പച്ച പസേന്ന് നോക്കി കണ്ട. ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ കൊല്ലംകോട് കാണാനാണ്. ഞാൻ ഞങ്ങളുടെ നാട്ടിനെ എപ്പോഴും നിങ്ങളുടെ കൊല്ലംകോട് മാത്രമല്ല ഞങ്ങളുടെ പാലക്കാട്ടിലും ഇതുപോലെ പച്ച 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 പുല്ലുകളൊക്കെ ഉണ്ട്. പച്ച പച്ച പുല്ലുകൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ എന്താ പറയാ കൊല്ലംകോട് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ 10 ഗ്രാമങ്ങളിലെ ഏറ്റവും നമ്പർ 1 ഞങ്ങളുടെ കൊല്ലംകോട് ഉണ്ട്. അതറിയോ? നിങ്ങളുടെ കൊല്ലംകോടല്ല, കൊല്ലംകോടുള്ളത് എവിടെ? പാലക്കാട്ടിലല്ലേ? പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഞാൻ കൊല്ലംകോട് ജനിച്ചു വളർന്ന് എനിക്ക് അഭിമാനമാണ് കേട്ടോ അത് പറയാൻ. അപ്പൊ ഈ സ്ഥലം കാണുമ്പോൾ ശരിക്കും കൊല്ലംകോട് പോലെ തന്നെ ഉണ്ട്. പാലക്കാട് തന്നെയാണ് എല്ലാവരുടെയും ഈ പച്ചയും എന്താ പറയാ 10-20 കൊല്ലം ഞങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കൊല്ലംകോടിനേക്കാളും സൂപ്പറായി ഉണ്ടായിരുന്നാണ്. എന്നിട്ട് നിങ്ങളുടെ ഒന്നും ആരും അങ്ങനെ അംഗീകാരം തന്നില്ലല്ലോ. അതാണ് ഇപ്പൊ എല്ലാവരുടെയും ഫ്ലാറ്റും കാര്യങ്ങളും. അതാണ് ഇത്ര വേഴാമ്പല്. ഏത്? അല്ല അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ ദേശാടന പക്ഷി എന്നാണ് ഇതുവരെ വിചാരിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏത് പക്ഷി തന്നെ അറിയില്ല കണ്ടാ. അതായത് ഈ വയലിൽ വന്നിട്ട് കറക്റ്റ് ഇങ്ങനെ പായ് വിരിച്ച പോലെ ഒരൊറ്റ ലൈനിൽ പിടിച്ച് നോക്ക്. അതെങ്ങനെയല്ലേ ഈ മെഷർമെന്റ് എടുത്ത പോലെ കറക്റ്റ് ലെവലായിട്ട് ഇങ്ങനെ വെട്ടിയെടുത്ത പോലെ ഇരിക്കുന്നത്? അതെങ്ങനെയല്ല ഒരേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ കേട്ടാ, ഈ നമ്മള് വയലിൽ വിതയ്ക്കുമല്ലോ, വിതയ്ക്കാന്ന് പറഞ്ഞാൽ അറിയോ? വിതയ്ക്ക പറഞ്ഞ അറിയാണ്ടിരിക്കോ? ഇങ്ങനെ ഞാറ് നടുക വിതയ്ക്കുക എന്നൊക്കെ പറയില്ലേ? അപ്പൊ അത് വന്നിട്ട് ഒരേ സമയം ചെയ്യുന്ന കാരണം കൊണ്ടായിരിക്കും തോന്നുന്നു എല്ലാം ഇങ്ങനെ മെഷർമെന്റ് എടുത്ത പോലെ ഒരുമിച്ചുള്ളത്.
റോഡ് ഭയങ്കര മോശമാണ് എന്തായാലും ഇവിടത്തെ കണ്ട വീഡിയോ ഇങ്ങനെ ഭയങ്കര ഷെയ്ക്കാണ് കണ്ട. അത് നീ ശരിക്കും പിടിക്കാൻ പറ്റാണ്ടാണ്, പിടിക്കാൻ അറിയാണ്ടാണ്. പിന്നെ വണ്ടിയിൽ പോകുമ്പോ പിന്നെ ഷെയ്ക്ക് ആകാണ്ടിരിക്കാൻ നോക്കി എന്നാൽ എന്ത് നല്ല ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. ഓ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ മനസ്സിലായ കാര്യം എന്താണെന്നറിയോ, നമ്മള് ഒരു പഞ്ചായത്ത് ഏരിയയിൽ എത്തിയെന്നുള്ളത്. പഞ്ചായത്ത് ഏരിയ നാട്ടിൻപുറമാണത് ശരിക്കും. പഞ്ചായത്ത് ഏരിയല്ലേ? പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ. അതാ ഞാൻ പറഞ്ഞത്, ടൗണിൽ നിന്ന് നമ്മള് ഈ റോഡൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഈ റോഡ് നമ്മൾ തമിഴ്നാട്ടിലല്ലേ? ഈ റോഡ് തമിഴ്നാടാണോ? അയ്യോ എന്തൊരു കോമഡിയില്ലേ. ഇവിടെ വന്നിട്ട് ഒരു കൂട്ടുകാരന്റെ ബാറ്റ് നമ്മൾ കല്യാണത്തിന് വന്നിട്ട് ഓർമ്മയുണ്ടാവും. കല്യാണത്തിനല്ലേ? അതെ. പുളിഞ്ചോട് പറയും. പുളിഞ്ചോട് ഇത് കരിങ്കുളം എന്നാ, കരിങ്കുളം അല്ല പുളിഞ്ചോട് തന്നെ പറയുള്ളൂ ഇതിന്. ഇതാണ് ഓടനൂര്. എന്തൊക്കെ സ്ഥലമാണ്. ഓടനൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയി പറഞ്ഞു വെച്ചാൽ മേജർ റോഡ്. മേജർ റോഡ് ഇപ്പൊ നമ്മൾ പോണത് ശരിക്കും നോക്കിയിട്ടാവും, ശരിക്കും ഒരു ചുരത്തിൽ പോണ പോലെ ഉണ്ടാവും വഴി. അങ്ങനെയാണ്, ഇങ്ങനെ പോയി നോക്കിയോ ഈ സൈഡിൽ ഒരു കുളമുണ്ട്, കാണിച്ചു തരാം കേട്ടാ. കണ്ട ഇത് കുളമില്ലേ? കുളമാണ്, അതില് വെള്ളം കാണാനില്ല. ആ കുളത്തിൽ വെള്ളം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ആ കുളത്തിൽ ഇതുവരെ വെള്ളത്തിനെ കണ്ടിട്ടില്ല ഞാൻ. നിങ്ങൾ അത് കുളമാണെന്ന് എങ്ങനെ അറിഞ്ഞ്? ആ കുഴി കുളങ്ങും പോലത്തെ ഇല്ല അത്. ഇതെന്താണ് വയനാട് ചുരവാ? കണ്ട എങ്ങനെ പോണ കണ്ട, ഈ ചുരം നേരെ പോയി കുത്തൻ ഇറങ്ങുന്നത് ഒരു കുടിന്റെ ഇതിലേക്ക് പോയിട്ട് അങ്ങനെ പോയി സ്ലോപ്പാണത്. അങ്ങനെ പോയി അങ്ങനെ മേലെ കയറും. നമ്മൾ ഇതുവഴി മുമ്പ് വന്നിട്ടുണ്ടാ? ഇതുവഴി നമ്മൾ വരാൻ സാധ്യത കുറവാണ്. എന്താണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ വഴിക്ക് വന്നിട്ടില്ല. അല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ട്, പക്ഷെ നീ വന്നിട്ടില്ല. അല്ല എനിക്കിവിടെ കണ്ട പോലെ തോന്നുന്നു. ഇത് നേരെ പോയി എത്തുന്നത് വന്നിട്ട് മേജർ റോഡ്. എന്ത് തന്നെയാണെങ്കിലും വയനാട് ചുരം പോലെ റോഡ് ഉണ്ടെങ്കിലും റോഡ് പണിത അവിടുത്തെ വാർഡ് മെമ്പറിനെ സമ്മതിക്കണം. എത്ര നീറ്റായിട്ട് സൂപ്പറായിട്ട് റോഡ് നോക്ക്, നന്നായിട്ട് പണിത് നല്ല നീറ്റായിട്ടുണ്ടല്ലേ. രാത്രിയൊക്കെ വരുന്ന സമയത്താണ് നല്ല ഇത്. നല്ല കൺട്രോൾ ചെയ്ത് വന്നില്ലെങ്കിൽ പണിയാവൂലേ? കൺട്രോൾ ചെയ്ത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ പണിയാവൂലേ? നല്ല ഇറക്കമല്ലേ. 6 മണിക്ക് ഇവിടെ ടീച്ചർ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം പറഞ്ഞിട്ട് ഞാൻ വിറച്ച് വന്നൊരു സംഭവം ഉണ്ട്. 5 മണിക്ക് ബാബ എണിച്ച് നേരെ വന്ന് 6 മണിക്കുള്ളിൽ പിക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് 8 മണിക്കുള്ളിൽ അകലെ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വ്ളോഗ് ചാനലിലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ടീച്ചർമാരെ കാണുന്നത്, ഈ പറയുന്ന ടീച്ചറും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ അതിന് അനാവശ്യമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. അല്ല അതാ ഞാൻ പറഞ്ഞത്. ആ ടീച്ചർ അതന്നെ ഞാൻ പറഞ്ഞത് 5 മണിക്ക് വരാൻ പറഞ്ഞു. അതായത് 6 മണിക്ക് അവിടെ എത്തണം. ഞാൻ എണിച്ച് ഇവിടുന്ന് ഉറക്കത്തിൽ പോയിട്ടിട്ട് എണിച്ച് പോയത് 6 മണിക്കാണ്. ഇവിടുന്ന് 6 മണിക്ക് പോയിട്ട് അവിടെ 7:15 എത്തി. എന്നിട്ട് പിന്നെ ഒരു 8:15 ഒരു 8:30 ആകുമ്പോഴേക്കും ഞാൻ നേരെ എത്തി. ആ ടീച്ചർ വന്നിട്ട് എന്താ പറയാ മരുന്ന് കഴിക്കാൻ ഒരു അലാറം വെച്ചിട്ടുണ്ട്. ആ അലാറം കറക്റ്റായിട്ട് അടിക്കുന്ന സമയത്ത് ടീച്ചർക്ക് ഫസ്റ്റ് ഇഞ്ചക്ഷൻ ഇട്ടു. അതുകൊണ്ട് ടീച്ചർ എന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഏട്ടാ നോക്കേട്ടാ, നല്ല സ്ഥലം. എന്തായാലും ശരിക്കും ഞങ്ങളുടെയൊക്കെ സ്ഥലം നമ്മുടെ ഒരാൾ പാലക്കാട് വരെ കൈ കാണിച്ചിട്ട് പോയില്ലേ ഓട്ടോയില്? ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അറിയില്ല. പൊടിക്കുളങ്ങരൻ്റെ അവിടെ വിനായകൻ്റെ ഒരു അമ്പലം ഉണ്ട് പറഞ്ഞു. അമ്പലമാണെന്ന് ശരിക്കും എനിക്ക് അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ. പൊടിക്കുളങ്ങര എന്ന് പറഞ്ഞിട്ട സ്ഥലത്തിന്റെ പേര്. പൊടിക്കുളങ്ങരയാ? പൊടിക്കുളങ്ങര എങ്ങനെയുണ്ട്? ഞങ്ങളുടെ അവിടുത്തെ ഒരു നെല്ലിക്കുളങ്ങരയുണ്ട് നെമ്മാറയില്. നമ്മള് വല്ലങ്ങ നെമ്മാറ വേലയൊക്കെ നടത്തില്ലേ? വല്ലങ്ങ നെമ്മാറ വേലയല്ലേ? വല്ലങ്ങി നെമ്മാറ വേല. വല്ലങ്ങ നെമ്മാറ വേല എന്നാ പറയാ. ഞങ്ങൾ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ഇനി എന്ത് പറയുന്ന അറിയില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഈ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു അടിമക്കാവ് പോലെയാണ് ഞങ്ങൾക്ക്. എന്റെ ദൈവമേ എന്തെങ്കിലും പറയും. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലമാണ് നെല്ലിക്കുളങ്ങര ദേവി ക്ഷേത്രം. NSS കോളേജില്ലേ, അതിന്റെയൊക്കെ ആ ഞമ്മാർ ആ സൈഡിലേക്കുള്ള ഒരു അമ്പലമാണത്. നിങ്ങള് നമ്മൾ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ എപ്പോഴും പോയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇരിക്കണം, ഫംഗ്ഷൻ വന്നവരായിരിക്കും. പാവം വെയിൽ കൊണ്ട് തളർന്നിട്ട് ഇരിക്കാൻ തോന്നും ബസ് തന്നെട്ടാ. മൂപ്പിന്റെ അടുത്ത് അഡ്രസ് ചോദിച്ചപ്പോഴേ നമ്മളവിടെ നിന്ന് വന്നാ എവിടെ വഴിമാറി പോയാ? അവിടെ
അവിടെ ഒരാൾ അഡ്രസ്സ് ചോദിച്ചപ്പോഴേ വിനായകന്റെ അമ്പലം എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അമ്പലം എന്നാണ് വിചാരിച്ചു വന്നത്. പിന്നെയാണ് നോക്കുന്നത് വന്നിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പാണ്, വിനായക ഫർണിച്ചർ ഷോപ്പ്. നല്ല കാര്യം. ഇപ്പൊ വന്ന് നമ്മൾ എവിടെ എത്തി? കാട്ടിന്റെ ഉള്ളിലേക്കാണ് വീട് വെച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞത് എന്താണ്, ലെഫ്റ്റിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. ലെഫ്റ്റിലല്ല, റൈറ്റില്. നമ്മളെന്തായാലും ഇപ്പൊ നേട്ടാ രാവിലെ എണിച്ച് നമ്മുടെ അവിടെ മീൻകാരൻ നിൽക്ക വരുന്ന പോലെ എന്നോട് ഉച്ചയ്ക്കാണ് തോന്നുന്നു മീൻ വരുന്നത്. മീൻ കഴിഞ്ഞില്ല, മീൻ വാങ്ങിട്ട് കഴിഞ്ഞിട്ട് പോവാണ് മൂപ്പര്. പക്ഷെ അല്ല, അയാൾ വിളിച്ച് പറയണ പോലെ തോന്നി എനിക്ക്. മീനേ എന്ന് പറഞ്ഞ മത്തി മത്തി പറയണ പോലെ തോന്നി. മത്തി മത്തി എന്ന് പറഞ്ഞ പോലെ ചോദ്യമാണ്. ഞങ്ങൾ വീട് ഓപ്പൺ കഴിഞ്ഞു. വീടൊന്നും എടുത്തില്ല, കാരണം കുറേ പേര് നമ്മൾ ആരുടെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് വീടെടുത്തും എടുത്തില്ല. പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു. മുജീബ് ബുക്കാൻ്റെ നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഏട്ടാ ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു? ബിരിയാണിയോ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്താണെന്ന് അറിയോ, അവിടെ മുജീബിക്കിനെ കണ്ടതും തന്നെ എന്നെ മനസ്സിലാക്കി അടിപൊളിയായിരിക്കും ബിരിയാണി എന്നുള്ളത്. അതന്നെ, നമ്മളുടെ ഇവിടത്തെ തോട് പോലെ തന്നെ ഒരു തോടല്ലേ. ഇപ്പൊ നോക്കി നന്നായിട്ട് വെള്ളമുണ്ട് അതില്. തോട് പറയാതെ കനാലാണത്. കനാലും തോടൊക്കെ ഒന്ന് തന്നെയാണ്. അതല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അവര് വെള്ളം നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ എന്താ പറയാ, കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ തുറന്നു വിടും. അപ്പൊ മലമ്പുഴ ഡാമിലത്തെ വെള്ളം തുറന്നു വിട്ടതാണത്. ഈ മാസത്തിൽ മലമ്പുഴ ഡാം തുറന്നു വിടും. അതായത് കനാല് വെള്ളം തുറന്നു വിടും, ഡാം തുറന്നു വിടില്ല. കൃഷി ആവശ്യത്തിക്ക് വേണ്ടി തുറന്നു വിടും. അപ്പൊ ഡാം തുറന്നാലല്ലേ കനാലിലൂടെ വരുള്ളൂ. അല്ല, അതാ ഞാൻ പറഞ്ഞു. കാരണം തെരുവത്തുപള്ളി നേർച്ചയ്ക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഈ പള്ളിയില് തെരുവത്തിപ്പള്ളി നേർച്ച ദിവസം ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കാരക്ക മരം ഉണ്ടാവും. അതിൽ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ആ ഇലയ്ക്ക് വന്നിട്ട് നല്ല വിഷമാണ് ഉണ്ടാവുക. വിഷം. പക്ഷെ അന്നത്തെ ദിവസം മാത്രം ആ ഇലയ്ക്ക് വന്നിട്ട് നല്ല മധുരമായിരിക്കും അത്ര. ഞാൻ പോയിട്ടുണ്ട് പള്ളിക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ കുളത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലമുണ്ട്. എന്താ, എനിക്ക് അമ്പലത്തിന്റെ പേരറിയില്ല. എന്റെ ചേച്ചിനെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്, വല്യച്ഛന്റെ മകളിലെ പല്ലഞ്ചാത്തനൂര്. ഏട്ടനറിയാം സുജാത ചേച്ചിനെ. അപ്പൊ ആ ചേച്ചി ആ അമ്പലത്തിൽ വന്നിട്ട് എന്താണ് ഒന്നിന് വിഷുവേലയാ അങ്ങനെ എന്തോ ഒരു വേലയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. എനിക്കറിയാം അങ്ങനെ അവിടെയുള്ള സ്ഥലമൊക്കെ. നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അത് നമ്മൾ എന്തായാലും എവിടെ ചെന്നാലും വയലുണ്ട്. കണ്ടു ഉറങ്ങണല്ലേ മസാല സോഡ. മസാല സോഡയോ ജീരക സോഡയോ എന്തെങ്കിലും ഉറങ്ങുന്നില്ല. ഓട്ടോയിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് വെച്ച് നമ്മളെങ്ങനെ പോകും? ഏട്ടാ നോക്കി നാട്ടിൻ പുറത്ത് മാത്രം കുറച്ച് കാണുന്ന കാഴ്ചകളാണ് ആട് മേഞ്ഞു പോണതൊക്കെ. സത്യമായിട്ടും ഞങ്ങൾ നാട്ടിൻ പുറത്തില് മിക്ക വീടുകളിലും ഈ ആടും മാടും ഒക്കെ ഉണ്ടാവും. ഈ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുമ്പോഴും കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ വന്നിട്ട് ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാ സ്ഥലത്തും വന്ന് വേസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ഈ ഭംഗിയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഈ റോഡ് സൈഡൊന്നും വേസ്റ്റ് ഒരിക്കലും ഇടരുത്. കറക്റ്റായിട്ട് വേസ്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അവർ വന്ന് എടുത്തിട്ട് പോകും. പിന്നെ എന്തിനാണ് ഈ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് ഇടുന്നത്? പറഞ്ഞില്ലേ, നല്ലൊരു മെസ്സേജ് ആണ് കേട്ടോ. അല്ല, എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നാറുണ്ട്. ഞാൻ ചില സമയത്ത് ട്രിപ്പൊക്കെ പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഈ വഴി കൂടെ വരുന്ന സമയത്തൊക്കെ ഈ മറ്റെന്താ നായകളൊക്കെ രാത്രി സമയത്തൊക്കെ നായകളൊക്കെ ചിലപ്പോൾ കടിക്കാനൊക്കെ വരും. അവരൊക്കെ ഇപ്പൊ ഇന്ന് വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ വലിച്ച് ഓട്ടിക്കറിയ സാധനം. അല്ല, നല്ല ഭംഗിയല്ലേ കാണാൻ. നോക്ക് എന്ത് ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ. പക്ഷെ ഈ വേസ്റ്റ് ഇടുന്ന സമയത്തുണ്ടല്ലോ അവിടെ നിന്ന് നോക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നമേ. ആസ്വദിക്കണം പറഞ്ഞാൽ അവിടെ തന്നെ പോയി നിക്കണ്ടേ. അവിടെ നിന്ന് നോക്കണ ഒരു ഇത് കേട്ടാ. നോക്കിയത് എന്താണ് സംഭവം? കള്ള് ഷാപ്പ് എന്തോ ആണ് തോന്നല്ലേ? കള്ള് ഷാപ്പ് അല്ല, ഇനി മെസ്സേജിന്റെ ഇടയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരുന്നത് എനിക്കൊരു ഇഷ്ടം. നീയേ ഒരു സമയത്ത് വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കണം പറഞ്ഞൊരു പാലുണ്ട്. ഇതാ ഈ പാല. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ ആ കണ്ണാടിയിൽ വന്നിട്ട് നമ്മൾ പാട്ട് പാടാനായിട്ട് ഏട്ടൻ വന്ന സമയത്തല്ലേ. ഓർമ്മയിട്ടില്ല. ഇവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്ന് നിർത്തേട്ടാന്ന് പറഞ്ഞപ്പോ നമുക്ക് പോകുമ്പോ സമയമില്ലേ പറഞ്ഞു. തിരിച്ചു വരുമ്പോ വേറെ ഏതോ സ്ഥലത്ത് കൂടെ വന്നു. കുറച്ചെങ്കിലും ഒന്ന് സ്ലോ ആക്കട്ടെ. ഞാൻ നിർത്തി പറഞ്ഞു വെച്ചാൽ വണ്ടിയല്ലേ, ഓട്ടോറിക്ഷ അല്ലേ, ബൈക്കാണ് പറഞ്ഞു വെച്ചാലും കൂടി ഒരു സൈഡ് നിർത്തി എടുക്കാം. ഓട്ടോറിക്ഷ എങ്ങനെ സെന്ററിൽ നിർത്താൻ പറ്റും?
അല്ല എന്നാലും നോക്കി നല്ല സ്ഥലമല്ലേ, ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വരുവോ? അതാണ് തിരുനെല്ലായി ഗ്രാമം, തിരുനെല്ലായി പാലം എന്നാണ് അതിന് പറയാട്ടാ. ഇനിയിപ്പോ നമുക്ക് നേരെ പോയിട്ടേ നമുക്ക് മറ്റേ എന്താ പറയാ, നീ നൂറിനി ഗ്രാമം കണ്ടിട്ടുണ്ടോ? നൂറിനി ഗ്രാമം പറയണത് ഈ അഗ്രഹാരം പോലെ തന്നെയാണ്. അഗ്രഹാരം പോലെ തന്നെയാണ്. എനിക്ക് ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാലും നീ നൂറിനി ഗ്രാമം പറയുമ്പോൾ എല്ലാവരും ട്രിപ്പ് വിളിക്കുന്ന സമയത്ത് ഏട്ടാ നൂറിനി ഗ്രാമത്തിരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എക്സൈറ്റ്മെന്റ് അല്ലേ, എങ്ങനെ ഉണ്ടാവും ഗ്രാമം എന്ന്. അല്ല ഞാൻ വെച്ച് കൽപ്പാത്തി ഗ്രാമമൊക്കെ അഗ്രഹാരമൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല. കൽപ്പാത്തി പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയാ, ഗ്രാമം പറഞ്ഞു വെച്ചാൽ അതിനുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇവിടെയൊക്കെ ഭയങ്കര ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗ്രാമത്തിന്റെ ഭംഗിയെ പോയി. ഈ ഗ്രാമം എന്ന് പറയണത് വന്നിട്ടേ ഈ നാട്ടും പുറത്ത് കാണുന്ന 2 സൈഡ് വീടായിട്ട് ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ അല്ലേ. ഇത് ഗ്രാമമാണ്. കണ്ടു പറഞ്ഞു വെച്ചാൽ ഗ്രാമം എന്ന് പറയോ? ഇപ്പോഴല്ല ശരിക്കും ഒരു ഗ്രാമത്തിന്റെ ഫീൽ വന്നത്. നോക്ക് വേണ്ട. അപ്പൊ എന്താ പറയാ, പഴയ കാലം പറഞ്ഞു പഴയ സമയം, അതായത് ഒരു 10, 20, 30 വർഷത്തിന് മുമ്പൊക്കെ ഈ പരിസരത്തൊക്കെ വീടുകൾ പറഞ്ഞു വെച്ചാൽ ഒന്നൊന്നും അടുത്തടുത്ത അമ്പലം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അല്ല ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ അമ്പലത്തിനുള്ളിലൊന്നും പോയിട്ടില്ല. ഇങ്ങനെ വാടക വരുന്ന സമയത്ത് ആ വെളിയിൽ നിൽക്കുക, ഒരു പോയി തോന്നിട്ട് വരും. അതില്ലാണ്ട് ഞാൻ പോയി ഉള്ളിലൊന്നും പോയിട്ടില്ല. അതെനിക്കറിയാലോ, നിങ്ങൾ അമ്പലത്തിലൊന്നും പോയി തൊഴാൻ. ഇങ്ങനെ ഇതാണ് ശരിക്കും പറയുമ്പോ വെച്ചാൽ ഓടൊക്കെ കറക്റ്റ് ആയിട്ട് ലൈന് ഒട്ടി ഒട്ടി വീട് കണ്ട. ഇതാണ് ഗ്രാമത്തിന്റെ, അതായത് അഗ്രഹാരത്തിന്റെ ഭംഗിയെ പറഞ്ഞു വെച്ചാലും ഇതാണ് കൽപ്പാത്തി പോലെ. കൽപ്പാത്തിലേക്ക് കണ്ട ഇപ്പോഴും അവര് വന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ കണ്ട ഇവിടെ കാണില്ല അതുപോലെ. ആ വീടിന്റെ ഉമ്മറത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. നിർത്തില്ലല്ലോ ഇവിടെ. എനിക്ക് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം പറഞ്ഞാൽ ഈ വീട്ടിലൊക്കെ പോയി കയറി എടുക്കും. ആ ഒരു ഭംഗി വരണ്ടേ? ഇപ്പൊ അവിടെ അത് പണ്ടത്തെ പോലെ ഇല്ല എന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. മനസ്സിലായ? ഇപ്പോ ആ ഗ്രാമമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുന്ന ജംഗ്ഷനാണ് നൂറിനി ജംഗ്ഷൻ. നൂറണി. ഓ എന്തൊക്കെ പേരാണ്. ആരണി, നൂറണി എന്നൊക്കെ. ഞങ്ങളുടെ അവിടെ ഒന്നുമില്ല 100, 200 കൊണ്ട് പേര്. നിങ്ങളുടെ അവിടെ 100, 200 ഇല്ലേ? 2 രൂപ, 4 രൂപ, 10 രൂപ എന്നൊക്കെ പേരില്ലേ? ചായ രൂപ ഇതൊക്കെ ഒരു പേരാണ്. 2 രൂപ, 3 രൂപ എന്നൊക്കെ. ഏട്ടാ ഇവിടെയല്ലേ നിങ്ങളുടെ അമ്മായിയുടെ വീട്? എവിടെ എന്റെ അമ്മയുടെ വീട്? ഭാവി ഇതല്ല, വലിയങ്ങാടിയല്ല. വലിയങ്ങാടി കുറച്ച് അപ്പുറത്ത് വേണം. ഇതാണ് ശരിക്കും എന്താ പറയാ, പാലക്കാട് വലിയങ്ങാടി പറയണതില്ലേ? ഞായറാഴ്ച ആയതുകൊണ്ടാണ് തിരക്ക്. ഇല്ല പറഞ്ഞത് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പാലക്കാടിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് അല്ലേ ഇത്? വലിയ മാർക്കറ്റ് തന്നെ. എല്ലാം ഇവിടെ തന്നെ കിട്ടും അല്ലേ? എല്ലാം ഇവിടെ തന്നെ കിട്ടും. അതാണ്. ഹോൾസെയിലും കിട്ടും, റീറ്റെയിലും കിട്ടും. ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവിടെ അടച്ചു. ഇതെനിക്കറിയാം, നന്നായി അറിയും ഈ സ്ഥലമൊക്കെ. പാലക്കാടിലെ മസാല സോഡ കിട്ടുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ മസാല സോഡ നല്ല ഈ കടല ഭയങ്കര ഫേമസ് ആണ്. വേറെ വീഡിയോസൊക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ ചാനൽ. എനിക്ക് വേണ്ട. എനിക്ക് മസാല സോഡ ഇഷ്ടമല്ല. പിന്നെ നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ആ മോർണിംഗ് ഷോ അവതരിപ്പിക്കാറുണ്ടാവുമല്ലോ മസാലയുമായി ഞാൻ ആസ്വദിച്ചിരിക്കട്ടെ. ഇതാണ് ചുണ്ണാമ്പുത്തറയിലുള്ള കോട്ടക്കൽ ആയുർവേദശാല. ഏട്ടാ കല്യാണം കഴിയാത്ത മുമ്പേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടാ? എന്തിന്? കുട്ടൂസിനെയല്ലേ, വാവാച്ചിനെയും കൊണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് വഴി ചുണ്ണാമ്പുത്തറയിൽ നിന്നത്. ഞാൻ വേറെ എവിടെയോ ഇവിടെ നേരെ എങ്ങനെ കുറച്ചും കൂടി വന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ കുലദൈവം പറയുന്നില്ലേ, അതായത് വടക്കന്തറ ദേവി ക്ഷേത്രം. അടിമക്കാവ് പറഞ്ഞ പോരെ? അടിമക്കാവ് തന്നെ. ഇതാണ് വടക്കന്തറ ദേവി ക്ഷേത്രം. ഇതിൽ വന്നിട്ട് വിഷ്ണുവിന്റെ ക്ഷേത്രവും ഉണ്ട്, അതായത് കൃഷ്ണന്റെ ക്ഷേത്രവും ഉണ്ട്, ദേവിയും ഉണ്ട്. ഇതിന്റെ താഴെ തന്നെയാണ് തട്ടാത്തറ മാരിയമ്മൻ ക്ഷേത്രം ഉള്ളത്. ആ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതിന്റെ കുറച്ച് ആ റോഡിലേക്ക് പോകുന്ന ആ സൈഡിൽ കൂടെ പോകണം. അവിടെ വന്ന് മുട്ട ഇറക്കും. നമ്മൾ കാടാമ്പുഴയിൽ മുട്ട ഇറക്കില്ലേ, അതുപോലെ എല്ലാ ദോഷങ്ങൾക്കും മുട്ട ഇറക്കുന്ന ഒരു അമ്പലമാണ് തട്ടാത്തറ മുത്തുമാരി അമ്മൻ ക്ഷേത്രം. ഇവിടെയാണ് ശരിക്കും വലിയ വലിയ മഹാന്മാരൊക്കെ പഠിച്ച ഒരു കോളേജ് ഉണ്ട്. പാലക്കാടിന്റെ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമാണത്. വിക്ടോറിയ കോളേജ്. കറക്റ്റ്. എന്തായാലും നമുക്ക് കോളേജിൽ പഠിക്കാനുള്ള ഇതില്ലെങ്കിലും
നമുക്കിങ്ങനെ പുറമേ നിന്ന് കാണാനുള്ള ഭാഗ്യമുണ്ട്. അതെ അതെ, നമ്മൾ ഇതുവരെ ഒരു വീഡിയോ എടുത്ത് വിക്ടോറിയ കോളേജ് കാണിച്ചില്ല എന്നൊരു പരാതി വേണ്ട. അതെ, ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ വിക്ടോറിയ കോളേജ് കാണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ ചുറ്റി വിക്ടോറിയ കോളേജിന്റെ ഫ്രണ്ടിൽ വന്നത് കാരണം കൊണ്ട് നമുക്ക് വിക്ടോറിയ കോളേജ് കാണണം. പിന്നെ ഒരു സംഭവം കൂടിയുണ്ട്, ഇതിനപ്പുറത്താണ് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം. പിന്നെ ഇവിടെയാണ് നിനക്കറിയണ ഒരു മകൻ എന്താ പറയാ ഓട്ടോ ഓട്ടിച്ച ഒരു സ്റ്റാൻഡാണത്. ഓ, ആരാണറിയോ? ആരാണ്? എനിക്ക് അറിയില്ലല്ലോ. ഞാൻ തന്നെ എന്റെ സ്റ്റാൻഡാണ് ഇട്ടത്. ആ ഓട്ടോ കേട്ടോ, അത് എന്റെ ഈ വെയിലത്ത് ആ ഓട്ടോയിൽ പോയിട്ട് അവിടെ പോയി വെയിലത്ത് ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ? പഠിക്കാൻ വിട്ടുമ്പോ പഠിച്ചിരുന്നെങ്കിൽ AC-യിൽ ഇരുന്നൂടെ? അപ്പോഴും എന്റെ ടീച്ചർ പറഞ്ഞു, എടാ ബാബു മര്യാദക്ക് പഠിച്ചില്ല പറഞ്ഞാൽ നീ മാട് വെക്കാൻ തന്നെ പോകുള്ളൂ. ഭാഗ്യം ഓട്ടോ ഓടിക്കുന്നത്, മാട് സംഭവം അതേപോലെ തന്നെ മാട് വെച്ചിട്ടുണ്ട് പറയാ, ഫാമ നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ടീച്ചറിന്റെ അനുഗ്രഹം എന്താ പറയാ നന്നായി ഏറ്റ ഒരു കുട്ടിയാണ്. ടീച്ചർ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറയും ചെയ്തിട്ട്, ടീച്ചറെ അനുഗ്രഹിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ മാട് വെച്ചുകൊണ്ടിരിക്കണത് ഫാം നടത്തുന്ന സമയത്ത് എന്നോട് ചോദിച്ചേ കുമാരി ടീച്ചർ പറയും. ഏട്ടാ അടുത്ത് നമ്മൾ എവിടെ എത്തി? ഇവിടെയാണ് നമ്മളുടെ സ്വന്തം ഷോപ്പ്. അതെ, പൊന്നൂസ് കുഡോ ടൈലറിംഗ് ഷോപ്പ്. ആ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ടൈലർ ഷോപ്പ്. പക്ഷെ നമ്മളിപ്പോ പോകുന്നില്ല. ചേച്ചിനെ കൊണ്ട് ആദ്യം കൊണ്ട് ആക്കട്ടെ. പോയി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? എന്തെങ്കിലും ഒന്ന് പറയും. യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? മസാല സോഡ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചപ്പോഴേ ഞങ്ങൾ ഫംഗ്ഷന് പോയിട്ട് വന്നേ ഉള്ളൂ. നല്ല ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മഴ കണ്ട വെള്ളം കിട്ടുന്നത് നല്ല നല്ല ചൂടുണ്ടായിരുന്നല്ലോ. ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടി ദൈവം പ്രാർത്ഥന കേട്ട പോലെ മഴ പെയ്ച്ചു. എന്തായാലും നല്ല മഴ. ഈ മഴ സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. സൂപ്പറായിട്ടില്ലേ?